ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളിലൂടെ കടന്നു പോവുകയെന്നാൽ അവിടുത്തെ കുരിശിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുക എന്നതാണ് അർത്ഥം. ഒറ്റപ്പെടലിന്റെയും തിരസ്കരണങ്ങളുടെയും അപമാനങ്ങളുടെയും വേദനകളെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക എന്നതാണ്. അവിടുത്തെ ഒറ്റിക്കൊടുക്കലിന്റെ വേദനകളുണ്ട്. സങ്കട പൂവനിയിൽ ഒറ്റയ്ക്ക് മുട്ടുകുത്തിയ നിമിഷങ്ങളുണ്ട്. തീവ്ര വേദനകളുടെ മൂർധന്യത്തിലും ഓർമ്മയ്ക്കായുള്ള സ്മാരകം തീർക്കലുകളുണ്ട്. എല്ലാം പൂർത്തിയായി എന്ന ആത്മസംതൃപ്തിയോടെയുള്ള വിടവാങ്ങലുകളുണ്ട്. കുരിശിനപ്പുറം തെളിയുന്ന ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയുണ്ട്. ശാരീരികമായല്ലെങ്കിലും ആത്മന ക്രിസ്തുവിന്റെ വഴികളിലൂടെ നമുക്കിപ്പോൾ സഞ്ചരിക്കാം. 2000 ആണ്ടുകൾക്കപ്പുറം അരങ്ങേറിയ കുരിശിന്റെ വഴിയിലൂടെ അവിടുത്തെ കാലടികളെ പിന്തുടർന്ന് നമുക്ക് യാത്ര ചെയ്യാം. Shadaya! Reyudaya! Brexit. And Would you fugitive? Nada يهمكم. ക്രൈസ്തവ ചരിത്രത്തിലെ ഏറ്റവും വിശുദ്ധ സ്ഥലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതും അതീവ രഹസ്യാത്മകത കാത്തുസൂക്ഷിക്കപ്പെടുന്നതുമായ ഒരു സ്ഥലമാണ് സിയോൻ മാളികയും അവിടെയുള്ള മുകളിലെ മുറിയും. യേശുവിന്റെ അന്ത്യ അത്താഴം നടന്ന സ്ഥലവും പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും നടന്ന സ്ഥലവും അവിടെയായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്ത് ചെന്ന് പറയുക, ഗുരു പറയുന്നു, എന്റെ സമയം സമാഗതമായി, ഞാൻ എന്റെ ശിഷ്യന്മാരോടുകൂടെ നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും. യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നു. ഈശോ ഇപ്രകാരം ശിഷ്യന്മാരുമൊത്ത് അന്ത്യ അത്താഴം ഒരുക്കിയ സ്ഥലമാണ് ഇത്. അതോടൊപ്പം ഇന്നും എക്കാലത്തേക്കുമായി തുടർന്നു പോരുന്ന പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നടന്ന സ്ഥലവും. ജെറുസലേം നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സമ്പന്നർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഇന്ന് ഇവിടം. മൗണ്ട് സിയോണിലെ അപ്പർ റൂം അഥവാ സെനാക്കിൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സെനാക്കിൾ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്നാണ്. അപ്പർ റൂമിന് മറ്റൊരു തരത്തിലുള്ള പ്രത്യേകത കൂടിയുണ്ട്. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന സ്ഥലം എന്നതിന്റെ പുറമെ യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ ഒത്തുകൂടിയ സ്ഥലവും വിശുദ്ധ മത്തിയാസിനെ തെരഞ്ഞെടുത്തതും പന്തക്കുസ്ത നാളിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനമുണ്ടായതും എല്ലാം ഇവിടെ വെച്ചായിരുന്നു. ഇതേ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ദാവീദ് രാജാവിന്റെ കബറിടവുമായി ബന്ധപ്പെട്ടുള്ള പാരമ്പര്യവും നിലവിലുണ്ട്. വലിയ കൽത്തൂണുകളും വളഞ്ഞ മേൽക്കൂരകളോടുകൂടിയ ഗോതിക് ശൈലിയിലാണ് അപ്പർ റൂം ഇപ്പോൾ കാണപ്പെടുന്നത്. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. വരാനിരിക്കുന്ന ദുരിതങ്ങളെല്ലാം കൺമുൻപിൽ സൂര്യപ്രഭ പോലെ തെളിഞ്ഞു നിന്നിട്ടും സ്തോത്രഗീതം ആലപിച്ച ശേഷം ക്രിസ്തു നടന്നു പോയത് ഒലിവ് മലയിലേക്കായിരുന്നു, ഗെത്സമനി തോട്ടത്തിലേക്കായിരുന്നു. ഒന്ന് മാത്രമേ അവിടുന്ന് അപ്പോൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ,
ഒന്ന് മാത്രമേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകണമേ. എന്നിട്ടും സംഭവിച്ചത് എന്തായിരുന്നു? അനിവാര്യമായ ദൈവവിധിക്ക് മുമ്പിൽ കേവലം മനുഷ്യനെ പോലെ ക്രിസ്തു കീഴടങ്ങി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള ഭാഗങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അനന്തരം യേശു അവരോടൊത്ത് ഗെത്സമനി എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സെബദിയുടെ 2 പുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു, എന്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എങ്കിലും എന്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെ ആകട്ടെ. അതെ, തീവ്ര ദുഃഖങ്ങളുടെ വേദനയിൽ ഈശോ മുട്ടുകുത്തിയ മണ്ണ്, അതാണ് ഗെത്സമേൻ. ഇവിടെ നിന്നായിരുന്നു ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളുടെ തുടക്കം. കാരണം താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ ഇവിടെയാണ് രക്തം വിയർത്ത് പ്രാർത്ഥിച്ചത്. ഇവിടെ വെച്ചാണ് യൂദാസ് ചുംബനം കൊണ്ട് മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുത്തത്. യേശുവും ശിഷ്യന്മാരും പതിവായി ഇവിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നതിനാലാണ് ഈ പ്രാർത്ഥനാ സങ്കേതം യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിനായി യൂദാസ് തെരഞ്ഞെടുക്കാൻ കാരണമായത്. ജെറുസലേമിലെ ഒലിവുമലയുടെ ചുവട്ടിലുള്ള ഒരു പൂന്തോട്ടമാണ് ഗെത്സമേൻ, ഒലിവുമരങ്ങളുടെ ഉദ്യാനം. ആദ്യകാല ക്രൈസ്തവ തീർത്ഥാടകരുടെ സങ്കേതമായിരുന്നു ഗെത്സമേൻ. ആദിമ ക്രൈസ്തവർ ഇവിടം ഒരു തീർത്ഥാടന കേന്ദ്രമായി പരിഗണിച്ച് പോന്നിരുന്നു എന്നതിന് AD 333 മുതൽക്കേയുള്ള ചരിത്ര രേഖകളുണ്ട്. സിസേറിയയിലെ യൂസേബിയസ് വിശ്വാസികൾ ഇവിടെ പ്രാർത്ഥിക്കാനായി എത്തിയിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2012 ഇറ്റാലിയൻ നാഷണൽ റിസർച്ച് കൗൺസിൽ നടത്തിയ പഠനപ്രകാരം ഗെത്സമേൻ തോട്ടത്തിലെ 3 ഒലിവ് മരങ്ങൾ ശാസ്ത്രപരിധിയിൽ വരുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നവയാണ്. കാർബൺ ഡേറ്റിംഗ് വഴി നടത്തിയ പരിശോധനയുടെ ഫലമായിട്ടാണ് 3 മരങ്ങളുടെയും കാലപ്പഴക്കം നിശ്ചയിച്ചിരിക്കുന്നത്. യേശുവിനെ യൂദാസ് ഒറ്റിക്കൊടുക്കുന്ന രംഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി. അവനോടുകൂടെ പ്രധാന പുരോഹിതന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ നിന്ന് വാളും വടികളുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു. ഒറ്റുകാരൻ അവർക്ക് ഈ അടയാളം നൽകിയിരുന്നു: ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ, അവനെ പിടിച്ചുകൊള്ളുക. അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. ദൈവപുത്രനെ ഒറ്റുകൊടുത്ത മനുഷ്യപുത്രൻ ചതിക്കപ്പെട്ട സ്ഥലമായിരുന്നു ഗെത്സമേൻ. എങ്കിലും ഇന്ന് അവിടം ഒരു ആരാധനാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ തീവ്രവേദനയുടെ സ്മാരകം പോലെ അവിടുന്ന് ഒഴുക്കിയ വിയർപ്പ് തുള്ളികൾ ചോരത്തുള്ളികളായി രൂപാന്തരപ്പെട്ടതിന്റെ ഓർമ്മ പോലെ അവിടെയാണ് ചർച്ചസ് ഓഫ് ഓൾ നേഷൻസ് ഇന്ന് ഉയർന്നിരിക്കുന്നത്. ബസിലിക്ക ഓഫ് ദി അഗോണി എന്നും ഇതിന് പേരുണ്ട്. പള്ളിക്കുള്ളിലാണ് അഗോണി റോക്ക് സ്ഥിതി ചെയ്യുന്നത്. യേശു മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചത് ഇവിടെയാണ്. അന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ചുറ്റിനും ഇരുട്ടായിരുന്നത് പോലെ ഇവിടെ ഇപ്പോഴും പള്ളിയുടെ ഉള്ളിൽ നേർത്ത വെളിച്ചം മാത്രമേ ഉള്ളൂ. ലോകത്തിലെ പല രാജ്യങ്ങൾ ചേർന്ന് പണി തീർത്തതുകൊണ്ടാണ് ഈ ദേവാലയത്തിന് ചർച്ച് ഓഫ് ഓൾ നേഷൻസ് എന്ന പേര് ലഭിച്ചത്.
മങ്ങിയ വെളിച്ചത്തിൽ ഇവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, എന്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എന്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെ ആകട്ടെ എന്ന യേശുവിന്റെ ഹൃദയമൊഴികൾ മുഴങ്ങുന്നത് പോലെ നമുക്ക് തോന്നും. സ്നേഹിതൻ എന്ന് വിളിച്ചവന് നിസ്സാരമായ നാണയ തുട്ടുകൾക്ക് വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുത്തു. ആ വേദനയുടെ ആഴവുമായി മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും തിരസ്കരണങ്ങളും നിഷേധങ്ങളും യേശുവിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 64 മുതൽ 71 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. പത്രോസ് താഴെ മുറ്റത്തിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്റെ പരിചാരികമാരിൽ ഒരുവൾ വന്ന് അവൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അവനെ നോക്കി പറഞ്ഞു, നീയും നസ്രായനായ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അവനാകട്ടെ, നീ പറയുന്നത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നുമില്ല എന്ന് നിഷേധിച്ചു പറഞ്ഞു. പിന്നെ അവൻ പുറത്ത് പടിവാതിൽക്കലേക്ക് പോയി. ആ പരിചാരിക അവനെ പിന്നെയും കണ്ടപ്പോൾ അടുത്ത് നിന്നവരോട് പറഞ്ഞു, ഇവൻ അവരിൽ ഒരുവനാണ്. അവൻ വീണ്ടും അത് നിഷേധിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അടുത്തു നിന്നവർ പത്രോസിനോട് പറഞ്ഞു, നിശ്ചയമായും നീ അവരിൽ ഒരുവനാണ്, നീയും ഗലീലിയക്കാരനാണല്ലോ. നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവനെ ശപിക്കുവാനും ആണയിടാനും തുടങ്ങി. ഉടനെ തന്നെ കോഴി 2-ാം പ്രാവശ്യം കൂവി. കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ ഉള്ളുരുകി കരഞ്ഞു. ജെറുസലേമിലെ സിയോൻ പർവ്വതത്തിന്റെ കിഴക്കൻ ചെരുവിൽ ഒരു ദേവാലയമുണ്ട്. സെന്റ് പീറ്റർ ഇൻ ഗലികാന്തു എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. പത്രോസിന്റെ പേരിൽ ഈ ദേവാലയം അറിയപ്പെടാൻ കാരണമായത് ഈ ഗുരുനിഷേധം തന്നെയാണ്. 3 വർഷം കൂടെ കൊണ്ട് നടന്നിട്ടും പാറമേൽ പള്ളി പണിയുമെന്ന് വാഗ്ദാനം നൽകിയിട്ടും ഇത്തിരി നേരത്തെ തീക്കായലിന്റെ സുഖത്തിനു വേണ്ടി പത്രോസ് നിസ്സാരമായി ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദേവാലയം. അതോടൊപ്പം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരാളെയും എത്ര വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി പോലും ഒറ്റിക്കൊടുക്കരുതെന്ന വലിയൊരു മുന്നറിയിപ്പ് കൂടി ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. യേശുവിനെ വിചാരണയ്ക്കായി തടങ്കലിൽ പാർപ്പിച്ചിരുന്ന കയ്യാഫാസിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് ഇന്ന് ഗലികാന്തുവിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. പത്രോസ് ഇവിടെ വെച്ചാണ് ക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതും അപ്പോഴാണ് കോഴി 2 തവണ കൂവിയതും. ഇങ്ങനെ ക്രിസ്തുവിന്റെ ജീവിതവുമായി അഭേദ്യമായ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ സ്ഥലം. യേശുവിനെ തടവിലാക്കിയിരുന്ന ഭൂഗർഭ അറ, മഹാപുരോഹിതന്റെ വീട്ടിലേക്കുള്ള ഗോവണിപ്പടികൾ എന്നിവയും ഇവിടെയുണ്ട്. AD 457 ഇവിടെ ഒരു ബൈസന്റൈൻ പള്ളി നിർമ്മിക്കപ്പെട്ടത്. 1010 അത് നശിപ്പിക്കപ്പെടുകയും 1102 പുനർനിർമ്മാണം നടക്കുകയും ചെയ്തു. 1320 പള്ളി വീണ്ടും തകർക്കപ്പെട്ടു. 1931 പുനർനിർമ്മാണം നടന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ വിവരണങ്ങൾ അനുസരിച്ച് പള്ളിയുടെ മുറ്റത്ത് പത്രോസ്, മുകളിൽ കോഴി, ജോലിക്കാരി, റോമൻ പട്ടാളക്കാരൻ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിലുള്ള പല ചിത്രങ്ങളും ദേവാലയത്തിനുള്ളിലും ചിത്രീകരിച്ചിട്ടുണ്ട്. റോമൻ കാലഘട്ടത്തിൽ പല വീടുകളിലും ഉണ്ടായിരുന്നത് പോലെ നിലവറകളും ജലസംഭരണികളും കുളിമുറികളും എല്ലാം ഭൂഗർഭങ്ങളിലായി ഇവിടെ കാണപ്പെടുന്നുണ്ട്. പ്രഭാതമായപ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും യേശുവിനെ വധിക്കേണ്ടതിന് അവനെതിരെ ആലോചിച്ചു. അവർ അവനെ ബന്ധിച്ചുകൊണ്ടുപോയി ദേശാധിപതിയായിരുന്ന പീലാത്തോസിനെ ഏൽപ്പിച്ചതായി നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. തുടർന്ന് വിചാരണയും വിധിയും നടപ്പിലാക്കുന്നു. അനന്തരം ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി സൈന്യ വിഭാഗത്തെ മുഴുവൻ അവനെതിരെ അണിനിരത്തി. അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഒരു ചെമന്ന പുറംകുപ്പായം അണിയിച്ചു. ഒരു മുൾക്കിരീടം മെടഞ്ഞ് അവന്റെ ശിരസിൽ അണിയിച്ചു. വലത് കൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. അവന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു. അവർ അവന്റെ മേൽ തുപ്പുകയും ഞാങ്ങണ എടുത്ത് അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ചതിന് ശേഷം
പുറംകുപ്പായം അഴിച്ചുമാറ്റി അവന്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ച് കുരിശു തറയ്ക്കാൻ കൊണ്ടുപോയി. ക്രിസ്തുവിന്റെ പീഡാസഹന യാത്ര ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. വിയ ഡൊലോറോസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ഈശോ കുരിശു ചുമന്ന് നടന്നുപോയ ദുഃഖത്തിന്റെ വഴി. ജെറുസലേമിലെ ഓൾഡ് സിറ്റിയിൽ ആന്റോണിയ ഫോർട്രസ് പ്രദേശത്ത് നിന്നും ചർച്ച് ഓഫ് ദി ഹോളി സെപ്പൂൾക്കർ പള്ളി വരെയുള്ള യാത്രയാണ് കുരിശിന്റെ വഴി. ആന്റോണിയ കോട്ടയിൽ വെച്ചാണ് യേശുവിനെ വിസ്തരിച്ചത്. അതുകൊണ്ടാണ് കുരിശിന്റെ വഴിയുടെ ഒന്നാം സ്ഥലമായി ഇവിടെ ഗണിക്കപ്പെടുന്നത്. മനുഷ്യന്റെ വേദനയുടെ കടലാഴങ്ങളും ദൈവസ്നേഹത്തിന്റെ ആകാശ അനന്തതയും കൂടിച്ചേരുന്ന ഇടനാഴിയാണ് കുരിശിന്റെ വഴി. മനുഷ്യനായി മണ്ണിൽ അവതരിച്ച ക്രിസ്തു കടന്നുപോയ വേദനയുടെ വഴിത്താരയും മനുഷ്യവംശത്തെ രക്ഷിക്കാൻ ക്രിസ്തു കണ്ടെത്തിയ ആത്മത്യാഗത്തിന്റെ ബലിവേദിയുമായിരുന്നു കുരിശിന്റെ വഴി. യേശുവിന്റെ വേദനയിൽ മനസ്സാ പങ്കുചേർന്ന് യേശുവിന്റെ കാലടിപ്പാടുകളെ പിന്തുടരാനുള്ള മാർഗമാണ് കുരിശിന്റെ വഴി. കുരിശിന്റെ വഴിയെ പ്രധാനമായും 14 സ്റ്റേഷനുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈശോയെ മരണശിക്ഷയ്ക്ക് വിധിക്കുന്നു. ഈശോ തന്റെ കുരിശുമെടുത്ത് യാത്ര തുടങ്ങുന്നു. ആദ്യമായി യേശു മാതാവിനെ കാണുന്നു. ശിമിയോൻ യേശുവിന്റെ ക്രൂശ് ചുമക്കുന്നു. വെറോനിക്ക യേശുവിന്റെ തിരുമുഖം തുടയ്ക്കുന്നു. രണ്ടാം വട്ടം യേശു വീഴുന്നു. യേശു ജെറുസലേമിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. മൂന്നാം വട്ടം യേശു വീഴുന്നു. യേശുവിന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റുന്നു. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. യേശു കുരിശിൽ ജീവൻ വെടിയുന്നു. യേശുവിന്റെ ശരീരം ക്രൂശിൽ നിന്ന് താഴെ ഇറക്കുന്നു. എന്നിങ്ങനെയാണ് 14 സ്ഥലങ്ങളുടെ വിഷയ വിഭജനം. പന്തിയോസ് പിലാത്തോസിന്റെ കൊട്ടാരം പഴയ ജെറുസലേം നഗരത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. മിക്ക ആധുനിക പണ്ഡിതന്മാരും പുരാവസ്തു ഗവേഷകരും വിശ്വസിക്കുന്നത് പഴയ ജെറുസലേം നഗരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഹെറോദോസ് രാജാവിന്റെ കൊട്ടാരമാണ് പീലാത്തോസ് തന്റെ ആസ്ഥാനമായി ഉപയോഗിച്ചിരുന്നത് എന്നതാണ്. കയാഫാസിന്റെ വിചാരണയ്ക്ക് ശേഷം യേശുവിനെ ദുഃഖവെള്ളിയാഴ്ച രാവിലെ പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. പീലാത്തോസിന്റെ താമസ സ്ഥലം അന്തോണിയ കൊട്ടാരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. യേശുവിന്റെ പീഡാസഹനവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന സ്ഥലമാണ് ഇവിടം. കാരണം പീലാത്തോസ് യേശുവിനെ വിചാരണ ചെയ്യുന്നതും ബറാബാസ് മോചിപ്പിക്കപ്പെടുന്നതും ഈശോ ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്നതും യേശുവിന്റെ രക്തത്തിനായി ആളുകൾ മുറവിളികൾ കൂട്ടിയതും ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് കൈ കഴുകുന്നതും യേശു കുരിശു ചുമന്ന് യാത്ര ആരംഭിക്കുന്നതുമെല്ലാം ഇവിടെ നിന്നായിരുന്നു. അന്തോണിയോ കൊട്ടാരത്തിന്റെ സ്ഥാനത്ത് 4-ാം നൂറ്റാണ്ടിൽ മനോഹരമായ ഒരു ദേവാലയം ഉണ്ടായിരുന്നതായി ചില ചരിത്ര രേഖകൾ പറയുന്നുണ്ട്. പിന്നീട് ദേവാലയം ഉപേക്ഷിക്കപ്പെടുകയും 5-ാം നൂറ്റാണ്ടോടെ മറ്റൊരു ദേവാലയം നിർമ്മിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ ദേവാലയവും വിസ്മൃതിയിൽ ആണ്ടുപോയി. ഒടുവിൽ 1838 ഫ്രാൻസിസ്കൻ സന്യാസിമാർ ഈ സ്ഥലം ഏറ്റെടുക്കുകയായിരുന്നു. അക്കാലത്ത് നടന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്തോണിയ കൊട്ടാരം ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ടത്. അതിനു പുറമെ മറ്റൊരു ദേവാലയത്തിന്റെ അവശിഷ്ടവും കണ്ടെത്തുകയുണ്ടായി. അന്തോണിയോ കൊട്ടാരത്തിന്റെ സ്ഥാനത്ത് 1929 പണി കഴിപ്പിക്കപ്പെട്ടതാണ് ഫ്ലാജലേഷൻ ദേവാലയം. ചമ്മട്ടിയടി ദേവാലയം എന്നാണ് ഇതിന്റെ അർത്ഥം. അന്തോണിയോ കൊട്ടാരത്തിന് പുറമെ മറ്റൊരു ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയെന്ന് പറഞ്ഞുവല്ലോ. അവിടെയാണ് ഈശോയെ മരണത്തിന് വിധിച്ചത്. അതിനെ അനുസ്മരിക്കുന്ന ദേവാലയമാണ് ചാപ്പൽ ഓഫ് കണ്ടംനേഷൻ. ഈ ദേവാലയത്തിന്റെ അൾത്താരയ്ക്ക് പുറകിൽ കുരിശു വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് യാത്രയാകുന്ന ഈശോയെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇന്ന് അന്തോണിയോ കൊട്ടാരത്തിന്റെ സ്ഥാനത്ത് ഫ്രാൻസിസ്കൻ വൈദികരുടെ ആശ്രമമായ ഫ്ലാജലേഷൻ മൊണാസ്ട്രിയും സിയോൺ സിസ്റ്റേഴ്സിന്റെ ആശ്രമമായ എച്ച് ഹോമോയും ഒരു സ്കൂളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ക്രിസ്തു നടന്നുപോയ കുരിശിന്റെ വഴികളിൽ നിന്ന് വ്യത്യസ്തമായി കാലത്തിന്റെ മാറ്റമനുസരിച്ച് ഇന്ന് കുരിശിന്റെ വഴിയിലെ സ്ഥലങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അന്ന് ക്രിസ്തു കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെയാണ് സഞ്ചരിച്ചതെങ്കിൽ ഇന്ന് കല്ലുപാകിയ വഴികളും വീതിയുടെ ഇരുവശങ്ങളിലും തീർത്ഥാടകർക്ക് ആവശ്യമായ സാധന സാമഗ്രികളും വിൽക്കുന്ന കടകളും കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് പരിവർത്തന വിധേയമായി കഴിഞ്ഞിരിക്കുന്നു. കെട്ടിടങ്ങളുടെ ഉള്ളിലൂടെയാണ് കുരിശിന്റെ വഴിയിലെ പല സ്ഥലങ്ങളും കടന്നു പോകുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ദേവാലയങ്ങളോ ക്രൂശ് രൂപങ്ങളോ സ്ഥാപിച്ചിട്ടുണ്ട്. യേശുവിന്റെ ജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്നതും ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രസ്ഥാനമായി മാറിയിരിക്കുന്നതുമായ ദേവാലയമാണ് ഹോളി സെപ്പൽച്ചർ.
തിരുക്കല്ലറ ദേവാലയം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കൂടാതെ പുനരുത്ഥാന പള്ളി എന്നും പേരുണ്ട്. കാൽവരിയും അവിടുത്തെ പൂജ്യ ശരീരം ഇറക്കി വെച്ച കല്ലും അടക്കം ചെയ്ത കല്ലറയും ഈ ദേവാലയത്തിനുള്ളിലാണ്. ഇവിടെ എത്തുമ്പോൾ ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച നിമിഷങ്ങളും അവിടുത്തെ രക്തം വാർന്നൊഴുകിയ കാൽവരി മലയും സംസ്കരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ശരീരത്തിൽ തൈലം പൂശുന്നതിനായി കിടത്തിയ നിമിഷങ്ങളുമെല്ലാം നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരും. കുരിശിന്റെ വഴിയിലെ അവസാനത്തെ 4 സ്ഥലങ്ങൾ ഈ ദേവാലയത്തിന്റെ അകത്താണ്. ഗാഗുൽത്ത മലയുടെ ഭാഗങ്ങളും ഈ ദേവാലയത്തിന്റെ ഭാഗമാണ്. ഏതാനും പടികൾ കയറി ചെല്ലുമ്പോൾ ദേവാലയത്തിന്റെ അകത്തായി അൾത്താരയിൽ ബലിപീഠത്തായി ഗാഗുൽത്ത മലയുടെ അവശിഷ്ടമെന്നോണം ഒരു കല്ല് പവിത്രമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണാൻ കഴിയും. യേശുവിന്റെ കല്ലിൽ കൊത്തപ്പെട്ട കല്ലറയുടെ ഇടത് ആ പാറയിൽ ചതുരാകൃതിയിൽ ഒരു ഭാഗം പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈശോയുടെ കുരിശ് നാട്ടിയത് അവിടെയാണ്. ചില്ലുകൊണ്ട് മറച്ച് ഇവിടം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. തിരുക്കല്ലറ ദേവാലയത്തിലെ 2 അൾത്താരകളിൽ ഒന്ന് യേശുവിനെ കുരിശിൽ തറച്ചതിന്റെയും മറ്റൊന്ന് മാതാവിന്റെ മടിയിൽ യേശുവിനെ കിടത്തിയതിന്റെയും ഓർമ്മയാണ്. തിരുക്കല്ലറ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വ്യത്യസ്ത തരം സുഗന്ധങ്ങളാണ് നമ്മെ പൊതിയുന്നത്. കാരണം യേശുവിനെ സംസ്കരിക്കുന്നതിന് മുമ്പായി അവിടുത്തെ ശരീരത്തിൽ തൈലം പൂശിയതിനെ അനുസ്മരിച്ച് തീർത്ഥാടകർ സ്ലാബിൽ സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടി തൂവാലകൾ കൊണ്ട് തുടച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു അനുഭവം നമ്മെ കാത്തു നിൽക്കുന്നത്. ഹോളി സെപ്പൽച്ചർ ദേവാലയം 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്താണ് പണി കഴിപ്പിച്ചത്. റോമൻ കത്തോലിക്ക, ഗ്രീക്ക് ഓർത്തഡോക്സ്, അർമേനിയൻ, അപ്പസ്തോലിക്, കോപ്റ്റിക്, സിറിയക്, എത്യോപ്യൻ ഓർത്തഡോക്സ് എന്നീ വിഭാഗങ്ങളുടെ അധീനതയിലാണ് ദേവാലയത്തിന്റെ സംരക്ഷണം. വിശുദ്ധ നാട് സന്ദർശനത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണ കേന്ദ്രവും ഏറ്റവും കൂടുതൽ ആത്മീയ അനുഭവം സമ്മാനിക്കുന്നതുമായ സ്ഥലവും ഇത് തന്നെയാണ്. 2000-ലധികം വർഷങ്ങളായി വിവിധ ദേശക്കാരും ഭാഷക്കാരുമായ സ്ത്രീ പുരുഷന്മാർ തങ്ങളുടെ ഹൃദയഭാരങ്ങൾ ഇറക്കി വെച്ചും പ്രാർത്ഥനകൾ ഉരുവിട്ടും മുട്ടുകുത്തിയ ഇടമാണ് തിരുക്കല്ലറയിലെ ദേവാലയത്തിലെ ഓരോ ഇടവും, പ്രത്യേകിച്ച് അവിടുത്തെ കല്ലറ. ക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരു ചിന്തയുണ്ടാകും. എവിടെയാണ് അക്കലദാമ? രക്തത്തിന്റെ നിലമെന്നും കുശവന്റെ പറമ്പ് എന്നും മറുപേരുമുള്ള അക്കലദാമ. അതേക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തിയതിലൂടെ നമുക്ക് അവസാനമായി ഒന്ന് കടന്നു പോകാം. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യമാണ്. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിത്തൂങ്ങി ചത്തു. പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് രക്തത്തിന്റെ വിലയാകയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല. അതുകൊണ്ട് അവർ കൂടിയാലോചിച്ച് ആ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി കുശവന്റെ പറമ്പ് വാങ്ങി. അതിന്നും രക്തത്തിന്റെ പറമ്പ് എന്ന് അറിയപ്പെടുന്നു. യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളെയും കൃത്യമായി നിജപ്പെടുത്താൻ കഴിയുമ്പോഴും അക്കൽദാമയുടെ സ്ഥലം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ചരിത്രവും ഓർമ്മകളും ചേർന്ന് ആ സ്ഥലത്തെ വിസ്മൃതിയിലാക്കിയിരിക്കുന്നു എന്നതാണ് സത്യം. യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് പ്രതിഫലമായി യഹൂദ പുരോഹിതർ യൂദാസിന് 30 വെള്ളി നാണയങ്ങളാണല്ലോ നൽകിയത്. അന്നത്തെ കാലത്ത് ആരോഗ്യവാനായ ഒരു അടിമയുടെ വിലയായിരുന്നു അത്. പണത്തിനു വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ഒറ്റുകൊടുക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും അന്ത്യം ഇതുപോലെ ആയിരിക്കുമെന്നാണ് യൂദാസിന്റെ അന്ത്യം നമ്മോട് പറയുന്നത്. കൂടാതെ ചതിയന്മാരും വഞ്ചകരും ചരിത്ര രേഖകളിൽ പോലും ഇടം കിട്ടാതെ വിസ്മൃതിയിൽ ആകുമെന്നും. ക്രിസ്തുവിന്റെ പീഡാസഹനവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലൂടെയും മനസ്സുകൊണ്ടും കണ്ണുകൊണ്ടും സഞ്ചരിച്ച നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. Magno!